ഹേ ഗായ്സ്, നമ്മുടെ ചാനലിൽ നിന്ന് ഇതുവരെ ചെയ്യാത്ത ഒരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാനും മൃദുലയായിരിക്കും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ ആരാണോ സഞ്ചരിക്കുന്നത് അവരായിരിക്കും ഈ ചലഞ്ചിലെ വിന്നർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡെസ്റ്റിനേഷനിൽ സഞ്ചരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഗെയിമിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് 1 അവറിനുള്ളിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ആരാണോ സഞ്ചരിക്കുന്നത് അവരായിരിക്കും വിന്നർ. ഞാൻ പറഞ്ഞില്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്ന്. അതാണ് ഈ 1 അവറിനുള്ളിൽ തന്നെ സഞ്ചരിച്ചിരിക്കണം. അതുമാത്രമല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു മണിക്കൂർ സമയം. ഇനി നമുക്ക് അധികം സമയമില്ല. ഈ നട്ടുച്ചയിൽ ഒരു വെയിലത്ത് കയ്യിൽ വാട്ടർ ബോട്ടിൽ വേറെ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കണം. അതായത് നമുക്ക് കുഴപ്പമില്ല. ഈ 1 മണിക്കൂറിനുള്ളിൽ ഞാനും മൃദുലയും 2ആയിട്ട് പിരിയുകയാണ് സുഹൃത്തുക്കളെ. 2 പേര് 2 ദിശയിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടത്തേക്ക് മാപ്പ് ഇടും. അറിയുന്ന സ്ഥലത്ത് പോകാൻ കുഴപ്പമില്ല. ഈ അറിയാത്ത സ്ഥലത്ത് യാത്ര ചെയ്യാൻ സത്യം പറഞ്ഞ ടെൻഷൻ കാണും. അതിൽ ബസ്സിനകത്ത് കയറിയൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇച്ചിരി ചമ്മലാണ്. അതെ, ബസ്സിനകത്ത് കയറി. അത് മാത്രമല്ല, ഞാൻ ബസ്സും ഓട്ടോയിലൊക്കെ, അതായത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യാത്ര ചെയ്താണ്. ബസ്സിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ട് കുറെ നാളായി. പിന്നെ ഞാൻ ചിലപ്പോൾ ലോറിയൊക്കെ കൈയാണിച്ച് ലോറിയിലൊക്കെ കയറി പോകും കേട്ടോ ചേട്ടന്മാരോടെ. അവര് ഉണ്ടെങ്കിൽ പോകും. അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും എനിക്ക് മാക്സിമം ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. അമ്പൂട്ടനില്ല, ഞാനും മൃദുലയും മാത്രം. അമ്പൂട്ടനെ ഞങ്ങൾ ഒരുങ്ങി വന്ന് നിന്നല്ലോ. അമ്പൂട്ട ആരായിരിക്കും വിന്നർ? ഇങ്ങോട്ട് നോക്ക്. ഇതിലൊന്നിത്തോട് ആരായിരിക്കും വിന്നർ? അമ്പൂട്ട ഇപ്പോഴത്തെ കളിയാ. ഇതിൽ ആരായിരിക്കും വിന്നർ? ഒന്നിപ്പിടി അമ്പു, ഒന്നിപ്പിടി. രണ്ടിലും തൊടാൻ വന്നിട്ട് ഇതാരായിരുന്നു? നോക്കാം ആരാണ്, നമുക്ക് നോക്കാം. നമ്മൾ 1 മണിക്കൂർ പോവും, തിരിച്ചും വരണ്ടേ? പിന്നെ തിരിച്ചു വരണം. എത്ര നേരം ഞങ്ങളെ കാണാതിരിക്കോ? കൊതുകുണ്ട്, അപ്പൊ അതൊരു പോക്കോ. അച്ഛ ഉമ്മത്തില്ല. ഇപ്പൊ ഇതാ കളി, നാക്ക് വെച്ചിട്ട്. അപ്പൊ ഉമ്മയമ്മ ഒന്നും അറിയത്തില്ല. ഇച്ചിരി കഴിയുമ്പോൾ നമ്മളോട് ഇറങ്ങി വരാൻ കഴിയും. ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോ അടുത്തുള്ള ജംഗ്ഷനിലോട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്നും 2 പേരും 2 വഴിക്ക് പിരിയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഒന്നിച്ച് ഫോണിൽ ടൈമർ ഇടാൻ വേണ്ടി പോവുകയാണേ. ടെൻഷൻ നമ്മൾ ടൈമർ ഓൺ ആക്കാൻ വേണ്ടി പോകുന്നു സുഹൃത്തുക്കളെ. അപ്പൊ 3, 2, 1 ഗോ. ഓട്ടോ സ്റ്റാൻഡിലോട്ട്. ഓട്ടോ പിടിക്കാം. എവിടുന്നാണോ എനിക്ക് വണ്ടി കിട്ടുന്നത്, ഏത് റൂട്ടാണോ ഞാൻ ആ റൂട്ട് പോകും. ലിഫ്റ്റ് അടിക്കാൻ പറ്റൂലല്ലേ? ഞാൻ വെറുതെ നടക്കുമായിട്ട് ഞാൻ ഓടണ്ട്. എനിക്ക് അപ്പോഴും ഓട്ടോ കിട്ടിയെന്നുള്ളതാ. വിത്തിൻ എനിക്ക് 1 മിനിറ്റ് പോലും ആയില്ല. 33 സെക്കൻഡ് തന്നെ എനിക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടി കേട്ടോ. ഈ ഓട്ടോ ആരുടെയാണെന്നറിയോ? ഓട്ടോ ഇതാരുടെ? ഓട്ടോ സ്റ്റാൻഡ് എവിടാ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. ഓട്ടോ സ്റ്റാൻഡ് കണ്ടുപിടിച്ചു ഗൈസ്. ഇതൊരു ചലഞ്ച് ചെയ്യുക കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കാന്നുള്ള ചലഞ്ച്. അപ്പൊ പറത്തി കിട്ടോ. കഴക്കൂട്ടം. ഓക്കെ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഏട്ടാ കഴക്കൂട്ടത്ത് വരെ? 8. കഴക്കൂട്ടം ആലിൻ്റെ അടുത്ത്. നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാമേ. ചാർജ് വരുന്നേ 250. ഇച്ചിരി സ്പീഡിൽ പോണേ കേട്ടാ. അവിടുന്ന് ഏത് ബസ് കിട്ടുന്നോ പതിക്കേറി എങ്ങോട്ടേലും പോവാം. ബ്ലോക്ക് ആയിട്ടുണ്ട്. അയ്യോ, നമുക്ക് ബ്ലോക്കിൽ കിടന്ന് കൂടുതൽ സമയം പോകാനായിട്ടില്ല. ആ ബസ് കൊണ്ടുവന്ന് ബ്ലോക്ക് ആയി കേട്ടോ അവിടെ. ഹായ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലമാണ് നമ്മുടെ പോത്തങ്കോട്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, എപ്പോഴും ബ്ലോക്കാണ്. ഞാൻ നേരെ ഇവിടുന്ന് പോത്തങ്കോട് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്.
അവിടുന്ന് ഒരു പ്ലാനും ഇല്ല. ഏത് ബസ്സാണോ ഉള്ളത് അപ്പോൾ ചാടി കയറും, അതിനകത്ത് കയറി പോകാട്ടോ, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. നമ്മളിപ്പോ കാട്ടായിക്കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തേ. സമയം ഇപ്പൊ 7 മിനിറ്റായി. അതാ ഞാൻ സ്പീഡ് ഇപ്പം പറഞ്ഞേ. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, അത് ഏത് വഴിക്കോ പോയിട്ടുണ്ട്. നമുക്ക് മിനിമം 2 പബ്ലിക് ട്രാൻസ്പോർട്ടെങ്കിലും യൂസ് ചെയ്യണം. ഒന്നീ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ അങ്ങനെ. ഇപ്പൊ ട്രെയിനൊന്നും പിടിച്ചു അറിയത്തില്ല. ആ നമുക്ക് യൂട്യൂബ് ചാനൽ ഇടാനാ, വ്ലോഗാ. ചേട്ടൻ്റെ പേര് നിഖിൽ എന്നാണോ? ട്രാഫിക്. ഓ താങ്ക് യു ചേട്ടാ. സിംഗറാണോ? ആഹാ, ഇന്നൊരു പാട്ട് പാടോ? ആ ഹായ് പറഞ്ഞേ. ഇപ്പൊ ദാണ്ട് 12 മിനിറ്റായി. 12 മിനിറ്റായി. വെഞ്ഞാറമൂടില്ലേ? ഓക്കെ ഓക്കെ. ചേട്ടൻ എനിക്ക് ഇവിടുന്ന് സജഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് പൈസ ഇപ്പോഴും എടുത്ത് വെക്കാം, അതാകുമ്പോൾ കുറച്ച് സമയം കളയണ്ടല്ലോ. ഇതെങ്ങനെ തുറക്കുന്നത്? എത്ര ചേട്ടാ? ഓക്കെ, താങ്ക് യു താങ്ക് യു. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് പിടിക്കണം. ഏത് ബസ് തുറന്ന് വന്ന് കിടപ്പുണ്ട്, അത് വെഞ്ഞാറമൂടാ. അതിക്കറ അയ്യോ, വണ്ടി എടുക്കല്ലേ. വെഞ്ഞാറമൂട് ബസ് ചെയ്യാം. അയ്യോ ബസ് കയറിയിട്ട് എത്ര നാളായി. എൻ്റെ ചില്ലറയിൽ പൈസ 500 രൂപ. എടുത്തിട്ട് ഏട്ടനെ വിളിക്കാം, അതായിരിക്കും ബെറ്റർ. എന്നാലും ഈ മുടി ഒന്ന് കെട്ടി വെക്കണം. പക്ഷേ വൈകി കേട്ടോ, ഞാൻ പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴല്ലേ ഇങ്ങനെ ബസ്സിലൊക്കെ പോയിട്ടുള്ളൂ. അതും ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. സൈഡ് സീറ്റ് തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചു ഇന്ന വണ്ടി പോകേണ്ടി വരുമായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് ലിമിറ്റഡ് സ്റ്റോപ്പ്, ഇത് വേണാടാട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും നിർത്തി പോകത്തോളായിരിക്കും. പക്ഷേ പ്രശ്നം അതല്ല, എൻ്റെ കയ്യിൽ ചില്ലറയില്ല. ഇവിടുന്ന് വെഞ്ഞാറമൂട് എനിക്കൊന്ന് 10-20 രൂപ ആവത്തുള്ളൂ. ചില്ലറയില്ല, മിക്കവാറും അത് സീനാവും. വെഞ്ഞാറമൂട് ചില്ലറയില്ലേ? ഇത് വെഞ്ഞാറമൂട് വരല്ലേ ഉള്ളൂ. വെഞ്ഞാറമൂട് വരെ സമയം 8 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ, എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10 കിലോമീറ്റർ എങ്ങനെയാലും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 10 കിലോമീറ്റർ. അപ്പം 8 മിനിറ്റിൽ 10 കിലോമീറ്റർ, അത് നൈസ്, അടിപൊളി. 10 കിലോമീറ്റർ ഇല്ലെങ്കിൽ ഒരു 8 കിലോമീറ്റർ എങ്കിലും എങ്ങനെയാലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും മൃദുലെ ഒന്ന് വിളിച്ചു ചോദിക്കാം, അവൾ എവിടെ എത്തിയെന്ന് ചോദിക്കാം കേട്ടോ. എവിടെ എത്തിയെന്ന് ഞാൻ പറയത്തില്ല. ബസ്സിലാണ് ഞാൻ. വെഞ്ഞാറമൂട് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ എവിടെ എത്തി? ഞാൻ കഴക്കൂട്ടം. 72 രൂപയാണ് ചാർജ് വരുന്നത്. ഫാസ്റ്റാണ് പറഞ്ഞ കാര്യമില്ലല്ലോ, നിർത്തിയാൽ പോത്താണോ? സൈഡ് സീറ്റ് വേണ്ടായിരുന്നു, പൊട്ടാ വെയിൽ. ഓ കരിയെന്ന്. താങ്ക് യു. കുഞ്ഞാ വീട്ടിലുണ്ട്, ചേട്ടനും വീഡിയോ എടുക്കുക. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുക, അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുക. എവിടെ പോണ്? പാരിപ്പള്ളി. ആ പാരിപ്പള്ളി എത്ര മണിക്കൂർ എത്തും? പാരിപ്പള്ളി ആകുമ്പോൾ ഹെൽമെറ്റ്. ഒരു ഹായ് പറയുന്നോ? ഹായ്. പേരെന്താ? ശില്പ. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് എത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നോ അത്രയും ദൂരം. ഒരു ചലഞ്ചാ. ചേട്ടൻ വേറെ കൊട്ടോ പോയി, എവിടത്തെയും ചോദിച്ചിട്ട് വിളിച്ചിട്ട് പറയുന്നില്ല. അച്ചടിയെ അമ്മട് വെള്ളം കുടിച്ചാണ്. നിനക്ക് ഉമ്മയമ്മ വെള്ളം മാത്രം തന്നാളാ. അവ കണ്ടിട്ട് കരയുന്നൊന്നുമില്ലല്ലോ. കഴിച്ചപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏത് ബസ്സാണ് അടുത്തെടുക്കാൻ പോകുന്നത്? നമുക്ക് സമയം 23 മിനിറ്റ്, ഏതാണ്ട് അരമണിക്കൂർ ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏത് ബസ്സാദ്യം എടുക്കുന്നത്? ഇത് വെഞ്ഞാറമൂട് ബസ്സാണല്ലോ. അപ്പോൾ മൃദുലിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? മൃദുലിപ്പം കഴക്കൂട്ടെത്തി കാണും. കഴക്കൂട്ടെത്തിയെന്ന് പറഞ്ഞ് നേരത്തെ ലാസ്റ്റ് വിളിച്ചു തന്നെ.
ഓക്കെ ഗൈസ്, നമുക്ക് 1000 ഇറങ്ങേ. അടുത്ത ബസ് കയറിയിട്ടുണ്ട്. ഇത് ഫാസ്റ്റാണ് ചേട്ടാ. 1000. ഓക്കെ, ഇത് ബസ് യാത്ര ചെയ്യുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ 2 ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്, ബസ് ഉപയോഗിച്ചിട്ടുണ്ട്. ബസ്സിൽ നമ്മൾ വേണാട് ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ ഫാസ്റ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്പീഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡ്, അടിപൊളി. എങ്ങനെ ഒരു 60-80 ഈ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ മൃദുലെ വിളിച്ചു വെക്കുക കേട്ടോ, എവിടെ എത്തിയെന്ന് അറിയാലോ. അറിയത്തില്ല എന്ത് വഴി, എവിടെ എത്തിയെന്ന് പറ. ഇല്ല ഏട്ടെടുത്തി. ഞാൻ വെഞ്ഞാറമ്പുഴന്ന് ബസ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ ഏട്ടാ. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ എത്തിയിട്ട് 1 മണിക്കൂറാകുമ്പോൾ അവിടുത്തെ മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ അയക്കണേ. നിൽക്കുന്ന ലൊക്കേഷൻ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം, ഞാനും അയച്ചു തരാം. ബസ്സിൽ തന്നെയാണ് ഇപ്പോഴും. ഞാൻ ബസ്സിൽ തന്നെ, ഞാൻ കോട്ടയം ബസ്സിലാണ്. കോട്ടയത്തടവോ? നമ്മൾ ചലഞ്ച് തുടങ്ങി 46 മിനിറ്റ് ആയപ്പോൾ നമ്മളിത് കിളിമാനൂർ സ്റ്റാൻഡിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അല്ല, ഇനി നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാര്യമില്ല, കാരണം ബസ്സിൽ കയറുമ്പോൾ തന്നെ സമയം പോകും, പിന്നെ ഓടാം. ആറ്റിങ്ങിലെത്തിയെന്ന് ഗൈസ്. പൊന്നെ, അവളെ എങ്ങനെ ഗൈസ് ആറ്റിങ്ങിലെത്തിയത്? അവൾ ഒറ്റയ്ക്ക് ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് ട്രാവൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ഞാൻ അതിലെ ഓട്ടോ ചേട്ടനടുത്തൊക്കെ പറഞ്ഞിരുന്നു, ചേട്ടൻ പറപ്പിച്ചിടാനൊക്കെ പറഞ്ഞിരുന്നു. 44 മിനിറ്റാ ഗൈസ്. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ എന്തായാലും 1000 എത്തൂല കേട്ടോ, 1000 എത്തൂല. നമ്മളിപ്പോ 50 മിനിറ്റ് ആയിട്ടുണ്ട്. 56 മിനിറ്റ് കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഇനി 4 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മള് 54 അല്ലെ പോട്ട് 55 ആവാറായി. ഇതിപ്പോ ചാത്തന്മാർ കഴിഞ്ഞില്ലേ? അല്ല, അവിടെ സ്കൂളിന്റെ ഫ്രണ്ടിലെ കിളിമാൻ എന്റെ നെഞ്ചിനൊരു കിട്ടത്തി, കാരണം ഏട്ടൻ കിളിമാനൂർ കഴിഞ്ഞ് ആണല്ലേ, അറിയാം. അത് ഈ റൂട്ടല്ലെന്ന് എനിക്കറിയാം. 55 മിനിറ്റ് ആയി, പറഞ്ഞാൽ 5 മിനിറ്റ് കൂടെ ഉള്ളു. ഇനി അടുത്ത സ്റ്റോപ്പാണോ? 57 മിനിറ്റ്. ഇനി നമുക്ക് അധികം സമയമില്ല. എന്തായാലും നമുക്ക് അതിനുള്ളിൽ ലിമിറ്റഡ് ആ സ്റ്റോപ്പിന് നമുക്ക് ചടയമംഗലത്തെ, നിലമ കഴിഞ്ഞാൽ പിന്നെ ചടയമംഗലത്തേ ഉള്ളൂ സ്റ്റോപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും നമുക്ക് ടൈം കഴിയും. അപ്പം നമുക്ക് മാക്സിമം നമുക്ക് ഓടി തന്നെ കവർ ചെയ്യാം. ഇനി വെറും 2 മിനിറ്റ് കണ്ടേ ഉള്ളൂ ഗൈസ്. ഓക്കെ, 57. ഞാൻ ഇറങ്ങുകയാണ്. കറക്റ്റ് 1 മണിക്കൂർ. ഏട്ടനെ വിളിക്കട്ടെ. 57 ഗൈസ്. അയ്യോ, അണപ്പ്. നമ്മള് 59 മിനിറ്റ് ആയി. 59.40. 1 അവർ ഇപ്പം ആവും ഗൈസ്. സോ ദ ടൈം ആരാണ് ഈ ചാലഞ്ചിൽ നമുക്ക് വിൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ. സോ ടൈം അപ്പ്. കറക്റ്റ് 1 അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇറങ്ങി ഓടി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ഓടി. ഞാൻ നിലമേ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ടായി. നിലമേ കഴിഞ്ഞ്, നിലമേ സിഗ്നലും കഴിഞ്ഞ് കുറച്ച് ഞാൻ ഓടി, ഒരു 5 മിനിറ്റ് ഓടി. കല്ലമ്പലോ? ഞാൻ ഇപ്പൊ ലൊക്കേഷൻ ഇട്ട് തരാം. ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണേ. ഓക്കെ, നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടേ. ലൊക്കേഷൻ ഇടുമ്പോൾ ഗൈസ്, നീ എക്സ്പെക്ട് ചെയ്തത്ര ഞാൻ ട്രാവൽ ചെയ്തില്ല ഗൈസ്. കറക്റ്റാണ് 56 മിനിറ്റ് ആണ് അവർ കാണിക്കുന്നത്. 29 കിലോമീറ്റർ ആണ് നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഈ 1 മണിക്കൂർ കൊണ്ട്. 29 കിലോമീറ്റർ ഗൈസ്. ഞാനൊരു 30-40 പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയൊന്നും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ 29 കിലോമീറ്റർ ആണ് നമ്മൾ ട്രാവൽ ചെയ്തത്. മൃദുല എത്രയാണ് നോക്കട്ടെ. എടി, ഞാൻ 29 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നീയോ? ഞാൻ 29 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നീ അവിടുന്ന് കാട്ടായിക്കോണ്ട് ഇട്ടു നോക്ക്, എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത്? മൃദുല അയച്ചു തന്ന മാപ്പ് പ്രകാരം മൃദുല 28
കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ആ ഓടിയ 1 കിലോമീറ്ററിലാണ് നമ്മൾ വിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒറ്റ കിലോമീറ്റർ ഗൈസ്, ഒറ്റ കിലോമീറ്റർ. ഇവിടെ ലൊക്കേഷൻ ആണിത്. അവിടെ ലൊക്കേഷനിൽ നിന്ന് കാട്ടായിക്കോണത്തേക്ക് 28 കിലോമീറ്റർ ഗൈസ്. യെസ്, നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു. എന്റെ പോലെ ഗൈസ് വിൻ ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ നോക്ക് ബസ് ഇറങ്ങിയപ്പം ഒരാൾ കവറൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. ഇത് നമ്മൾ ചലഞ്ച് എടുക്കാൻ പോയല്ലേ, സൂപ്പർ മാർക്കറ്റിൽ ചന്തയിൽ സാധനം വാങ്ങാൻ പോയൊന്നുമല്ല, ചലഞ്ചിന് പോയതാ. അങ്ങനെ ഗൈസ് 1 കിലോമീറ്ററിൽ എന്റെ കൂടെ തോറ്റ് തിന്നമ്പാടി വന്നിരിക്കുകയാണ്. കണക്കൂട്ടൊന്നുമില്ല, എവിടെ ലൈവ് ലൊക്കേഷൻ അയച്ചത് 4 ലൈവ് ലൊക്കേഷൻ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ്. ആ 1 കിലോമീറ്റർ ഞാൻ പട്ടിയെ പോലെ ഓടിയതാ കേട്ടോ. ഞാൻ ഇവിടുന്ന് ഓടിയായിരുന്നു ഓട്ടോ വിളിക്കാനേ. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ കോൾ വിളിച്ചപ്പോ കരഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അമ്മ തോറ്റുപോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് നല്ല അടിപൊളി വെറൈറ്റി ഒരു ചലഞ്ച് ആയിരുന്നു സുഹൃത്തുക്കളെ. ഹോപ്പ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള വെറൈറ്റി ചലഞ്ചുകളായിട്ടും ഇനിയും നമ്മൾ വരാം. അമ്പൂട്ടിനെ മിസ് ചെയ്യും നമ്മൾ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വിജയിക്കുന്നൊന്നും ഇല്ലല്ലേ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള ബൈ.